ഓം നമഃശിവായ. ആയൂർ രക്ഷകനായ ദേശനാഥനായ തിരുവാലൂരപ്പന് സഹസ്രകോടി പ്രണാമങ്ങൾ. എറണാകുളം ജില്ലയിൽ ആലുവായിൽ നിന്നും 7 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ആലങ്ങാട് എന്ന ദേശത്ത് തിരുവാലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാലൂർ മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 അതിപുരാതനവും പ്രശസ്തവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ മേജർ ക്ഷേത്രത്തിലെ തന്ത്രാവകാശം കരുമാലൂർ വേഴപ്പറമ്പ് മനയ്ക്കാണ് സിദ്ധിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദേശമാഹാത്മ്യം. സീതയെ അപഹരിച്ചു കൊണ്ടുപോകും വഴി രാവണനെ ജടായു തടയുകയും ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണപ്പോൾ ജടായുവിന്റെ തല, അതായത് വായി കിടന്ന സ്ഥലം ആലുവ എന്നും നടുഭാഗം കിടന്ന സ്ഥലം നടുങ്ങല്ലൂർ, പിന്നീട് കടുങ്ങല്ലൂർ എന്നും വാൽ വീണ ഭാഗം തിരുവാലൂർ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാണ് ഐതിഹ്യം. ആലുവ മഹാദേവ ക്ഷേത്രം തലഭാഗം, കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം നടുഭാഗം, തിരുവാലൂർ മഹാദേവ ക്ഷേത്രം വാൽഭാഗം എന്നിങ്ങനെ ഒരു നേർരേഖയിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഉത്ഭവം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും ഉദ്ദേശം 60 കിലോമീറ്റർ കിഴക്ക് ദിശയിൽ ഇപ്പോഴും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി സ്ഥിതി ചെയ്യുന്ന തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവചൈതന്യമാണ് തിരുവാലൂരിലേത് എന്ന് പറയപ്പെടുന്നു. ഉദ്ദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് അഗ്നിഗോളം പോലെ ഒരു തേജസ് തിരുവാലൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് ശ്രദ്ധിച്ച ഒരു ഭക്തൻ അതിന്റെ മുന്നിൽ വിളക്കുമായി നടക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അഗ്നിഗോളം അനുഗമിക്കുന്നതായി കണ്ടു. ദിവസങ്ങളോളം യാത്ര ചെയ്ത് മലയാളക്കരയിലെ തിരുവാലൂരിലെത്തിയപ്പോൾ അഗ്നിഗോളം അവിടെ ലയിക്കുന്നതായി കാണപ്പെട്ടു. ആ കാലത്തു തന്നെ ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടാണ് വിശ്വാസം. ഉടൻ തന്നെ അദ്ദേഹം അവിടുത്തെ പ്രമാണിമാരെയും ഭൂ ഉടമകളെയും കൂട്ടി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആലങ്ങാട്ട് സ്വരൂപത്തിലെ രാജാവിനെ വിവരമറിയിച്ചു. തമ്പുരാന്റെ കൽപ്പന പ്രകാരം കുട്ടമശ്ശേരി നമ്പൂതിരിയെ തന്ത്രിയായി വരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പണിത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി നിത്യനിദാനങ്ങളും ഉത്സവാദികളും നടത്തി വന്നു. അഗ്നിപ്രതിഷ്ഠയുടെ പരീക്ഷണം. ഈ ക്ഷേത്രത്തിന്റെ ഊരാൺമ 28 നമ്പൂതിരി കുടുംബങ്ങൾക്കായിരുന്നു എന്ന് പറയപ്പെടുന്നു. സമുദായ സ്ഥാനം ചേർപ്പിൽ ചിറ്റൂർ നമ്പൂതിരിപ്പാടിനാണ് ലഭിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഊരാൺമക്കാർക്ക് ഒരാഗ്രഹം തോന്നി. അവർ തന്ത്രിയെ സമീപിച്ച് ഇവിടുത്തെ ദേവസാന്നിധ്യം അഗ്നിപ്രതിഷ്ഠയാണെന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ കൊള്ളാമെന്ന് സ്വൽപ്പം അഹങ്കാരത്തോടെ അപേക്ഷിച്ചു. എന്നാൽ അതിവിശിഷ്ടനും തപസ്വിയും കർമ്മശക്തനും സർവോപരി തിരുവാലൂരപ്പന്റെ ഉത്തമ ഭക്തനുമായിരുന്ന തന്ത്രി അവരെ പിന്തിരിപ്പിക്കാനായി പരമാവധി ശ്രമിച്ചു. എന്നാൽ ഊരാൺമക്കാരുടെ നിർബന്ധം സഹിക്കാനാവാതെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. തന്ത്രി കുളിച്ചു വന്ന് വലിയ ബലിക്കല്ല് മുഴുവനും പച്ച ചാണകം കൊണ്ട് പൊതിഞ്ഞതിനു ശേഷം കുറച്ച് പൂവും കൊണ്ട് നടയിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. ശേഷം ഊരാൺമക്കാരോടായിട്ട് ഈ വലിയ കല്ല് പുകയുന്നത് കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചതിന് ധാരാളം മതിയെന്ന് അവർ ഉത്തരം പറഞ്ഞു. കല്ല് പുകഞ്ഞു തുടങ്ങിയാൽ ശ്രീകോവിൽ നട ഉടനെ തുറക്കണമെന്ന് പറയുകയും അങ്ങനെ ആവാമെന്ന് ഊരാൺമക്കാർ സമ്മതിക്കുകയും ചെയ്തു. തന്ത്രി ശ്രീകോവിലിൽ കയറി വാതിലടച്ച് അതിശക്തമായിട്ടുള്ള പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ബലിക്കല്ല് മൂടിയിരുന്ന ചാണകം പുകയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ബലിക്കല്ല് കത്തും എന്നായപ്പോൾ ഊരാൺമക്കാരിൽ ഒരാൾ ബലിക്കല്ല് പുകഞ്ഞു തുടങ്ങിയാൽ നട തുറക്കണമെന്നല്ലേ തന്ത്രി പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റുള്ളവർ പുകഞ്ഞാൽ കത്തട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും പുക വളരെ ശക്തമായപ്പോൾ ഊരാൺമക്കാരിൽ ഒരാൾ പോയി ശ്രീകോവിൽ നട തള്ളി തുറന്നു. എല്ലാ പേരും ചെന്ന് നോക്കിയപ്പോൾ ബോധമറ്റ് കിടക്കുന്ന തന്ത്രിയെയാണ് കാണുന്നത്. എല്ലാ പേരും കൂടി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും കുറെ നേരത്തിനു ശേഷം ബോധം വീണ്ടു കിട്ടിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം മൊഴിഞ്ഞു: നട തുറക്കാൻ സഹായിച്ച കുടുംബത്തിൽ ഒന്നരാടം സന്തതി മുട്ടില്ലെന്നും നട തുറന്നയാൾക്ക് എന്നും സന്തതി മുട്ടില്ലെന്നും മറ്റു കുടുംബക്കാർ സന്തതി മുട്ടി അന്യം നിന്നു പോകും എന്നും പറഞ്ഞു. തന്ത്രി നടയിൽ ചെന്ന് മണിയടിച്ചു തൊഴുത് ഇനി മേലാൽ വരുന്ന തലമുറയ്ക്ക് ഈ കഴിവ് ഉണ്ടായിരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്ത്രം ഒഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് പുറത്തിറങ്ങി. പിന്നീട് ഈ തന്ത്രി കുടുംബവും 26 ഊരാൺമക്കാരും അന്യം നിന്നുപോയി എന്ന് പറയപ്പെടുന്നു. ഇന്ന് അവശേഷിക്കുന്ന ഊരാൺമക്കാർ വാഴപ്പിള്ളിയും
ഞാറ്റ്യാലയുമാണ്. പിന്നീടാണ് ഈ ഊരാൾമക്കാരുടെയും ദേശക്കാരുടെയും ആവശ്യപ്രകാരം വേഴപ്പറമ്പ് തറവാടിന് തന്ത്രി ചുമതല സിദ്ധിക്കുന്നത്. തിരുവാലൂർ ക്ഷേത്രവും കാലടി ഭട്ടതിരിയുമായുള്ള ബന്ധം. കാലം പലത് കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്കുറവ് സംഭവിച്ചു. അങ്ങനെയിരിക്കെ സൂര്യകാലടി ഭട്ടതിരി ഇവിടെ വരുവാനിടയായി. കാലടി ഭട്ടതിരിയുടെ യക്ഷിക്കഥ വളരെ പ്രസിദ്ധമാണല്ലോ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. യക്ഷിയുടെയും ഗന്ധർവന്റെയും ശാപമോക്ഷത്തിനായാണ് കാലടി ഭട്ടതിരി തിരുവാലൂരിൽ എത്തുന്നത്. പട്ടേരിയുടെ നിർബന്ധ ബുദ്ധിയോടെയുള്ള ആഭിചാര പ്രവൃത്തി കൊണ്ട് യക്ഷിക്ക് സഹിക്കാൻ വയ്യാതെയായപ്പോൾ 41 ദിവസത്തിനകം മൂത്രസംബന്ധമായ രോഗം മൂലം ചക്രശ്വാസം വലിച്ചു മരിക്കട്ടെ എന്ന് പട്ടേരിയെ ശപിക്കുന്നു. ശാപമോക്ഷം ആവശ്യപ്പെട്ട പട്ടേരിയോട് ഇതിനോടകം തമിഴകത്തെ താഴികക്കുടം കണ്ടോ, മലയാളത്തിലെ തിരുവാലൂരെ മഹാദേവന്റെ ബിംബം കണ്ടോ തൊഴാനും പറഞ്ഞു. പട്ടേരി അന്വേഷിച്ചറിഞ്ഞ് കാൽനടയായി യാത്ര ചെയ്ത് തിരുവാലൂരിലെത്തുന്നത് 41 ദിവസമാണ്. അന്ന് വൃശ്ചിക മാസത്തിലെ കറുത്ത അഷ്ടമി ദിവസമായിരുന്നു. മേൽശാന്തി പന്തീരടിയന്തരത്തിന് പോയ സമയം ഒരശരീരി ഉണ്ടായി. ഇന്നിവിടെ ഒരു അപമൃത്യു സംഭവിക്കും. അഷ്ടമി നിവേദ്യവും പൂജയും വേഗത്തിൽ കഴിച്ച് ഉച്ചശീവേലിയും അത്താഴശീവേലിയും തൃപ്പുകയും കഴിച്ച് വേഗത്തിൽ നടയടച്ച് എല്ലാവരും ഗോപുരമടച്ച് പുറത്തു പോകണം. അപ്രകാരം എല്ലാവരും നടയടച്ച് പോകുമ്പോൾ പട്ടേരി കുളി കഴിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരത്തിൽ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം മൂത്രശങ്ക തോന്നുകയും അത് തീർത്ത് ശൗചാദികളും കുളി കഴിഞ്ഞ് വീണ്ടും ഗോപുരത്തിലെത്തുമ്പോഴേക്കും വീണ്ടും മൂത്രശങ്കയുണ്ടായി. അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മൂത്രം പോവാതാവുകയും വയ്യാതെ ഗോപുരവാതിൽക്കൽ വീഴുകയും പ്രാണപരാക്രമത്തോടെ ചാടി കട്ടിളയിൽ കടിക്കുകയും വീഴുമ്പോൾ അടിപ്പടിയിൽ മുട്ടുകുത്തി വീഴുകയും ചെയ്തു. അവസാനം ഗോപുരത്തിണ്ണയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന പട്ടേരി കൊള്ളാവുന്ന ഒരാളെ കാണാൻ ഒരവശൻ വന്നാൽ ഇങ്ങനെയാണോ വേണ്ടത് എന്ന് പലതവണ വിളിച്ചു പറഞ്ഞെങ്കിലും ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. അവസാനം ഇടിവെട്ട് കൊണ്ടുപോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ അകത്തുനിന്നും അശരീരിയായി അതിന് ശാപമോക്ഷമില്ലേ പട്ടേരി എന്ന് കേട്ടു. ഉടനെ പട്ടേരി ക്ഷേത്രത്തിൻ്റെ വടക്കേ മതിലകത്ത് വായുകോണിൽ നിൽക്കുന്ന ചെമ്പകം ഉണങ്ങുന്ന കാലത്ത് ശാപമോക്ഷം വരും എന്ന് പറഞ്ഞ് ഇഹലോകവാസം വെടിഞ്ഞു. പട്ടേരിയുടെ ശാപപ്രകാരം തന്നെ ക്ഷേത്രത്തിന് ഇടിവെട്ടേൽക്കുകയും ശ്രീകോവിൽ ഭിത്തി പിളർന്ന് ബിംബത്തിന്റെ ശിരസിൽ പതിക്കുകയും ചെയ്തു. ഇതിന്റെ അടയാളമായി ശിവലിംഗത്തിന്റെ മുകളിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയ കഷ്ണം അടർന്നു പോയതായി കാണാമെന്ന് പറയുന്നു. പട്ടേരിയുടെ പാദങ്ങളാലുള്ള കുഴികളുള്ള കരിങ്കൽപ്പടി ഇപ്പോഴും പടിഞ്ഞാറ് വശത്തെ ഗോപുരത്തിൽ കാണാം.